പെട്രോൾ അടിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കോഴിക്കോട് വാഹനങ്ങൾ തടയുകയാണ്. പോലീസും സമരാനുകൂലികളും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. തത്സമയ ദൃശ്യങ്ങളാണ്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദിസ്ന, അവിടെ എന്താണ് സംഭവിക്കുന്നത്? പെട്രോൾ അടിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സമരാനുകൂലികൾ അവിടെ സംഘർഷം സൃഷ്ടിക്കുകയാണോ? തീർച്ചയായും ദേവിക, വലിയൊരു രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് ഈ സമരാനുകൂലികൾ എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മാങ്കാവിലേക്ക് പെട്രോൾ അടിക്കാൻ വന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇപ്പോൾ ഈ പെട്രോൾ പമ്പിന്റെ മുന്നിൽ നിന്ന് ഇവർ ഓടിക്കുന്നത്. വാഹനങ്ങളൊക്കെ തന്നെയും തടഞ്ഞു വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പോലീസിനുൾപ്പെടെ ലാത്തിയൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിരവധി ആളുകളാണ് പെട്രോൾ അടിക്കുവാൻ ഇവിടെ എത്തിയത്. അവരെയൊക്കെ തന്നെയും പ്രതിഷേധക്കാർ സമരാനുകൂലികൾ തടഞ്ഞു നിർത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. പോലീസ് അപ്പോൾ അവരുടെ നിലപാടെടുത്തത് എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിച്ചു പോയിക്കോളൂ എന്നൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ പോലീസുമായുള്ള വാക്കേറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. പോലീസ് അവിടെ ചരട് കെട്ടിയിരുന്നു, അത് പൊട്ടിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അതായത് അകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാം എന്നൊരു നിലപാടെടുക്കുമ്പോൾ ഈ സമരാനുകൂലികൾ വലിയ രീതിയിൽ പോലീസിന് നേരെ പാഞ്ഞടയ്ക്കുന്ന ഒരു ദൃശ്യമാണ് ദേവിക ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിച്ചുകൊണ്ട് ഈ സമരാനുകൂലികൾ കുത്തിയിരിക്കുകയാണ്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. സാധാരണക്കാരായ ജനങ്ങളെ പെട്രോൾ അടിക്കുവാൻ പോലും അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്ന ഒരു ദൃശ്യമാണ് ദേവിക ഇവിടെ നിന്ന് നമുക്ക് കാണുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്ന ദൃശ്യം തത്സമയമായി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേവിക. ശരി ദിസ്ന, അവിടെ സംഘർഷം ഒഴിയുന്നില്ല. വീണ്ടും പോലീസുമായി സമരാനുകൂലികൾ വാക്തർക്കത്തിൽ ഏർപ്പെടുകയാണ് അല്ലേ? തീർച്ചയായും ദേവിക, ഈ പെട്രോൾ പമ്പിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ സമരാനുകൂലികൾ ഒരു കയറ് ഇവിടെ ബന്ധിച്ചിട്ടുണ്ട്. ആ കയറ് പോലീസ് പൊട്ടിക്കുകയായിരുന്നു. എന്നാൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ സമരാനുകൂലികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. തങ്ങൾ ആ കയറ് ഇവിടെ ബന്ധിക്കും, മാത്രമല്ല ഈ പെട്രോൾ അടിക്കുവാൻ ആളുകൾ അകത്തേക്ക് കയറുണ്ട എന്നൊരു നിലപാടാണ് ഇവർ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആളുകൾ പെട്രോൾ അടിച്ച് മടങ്ങി പോകട്ടെ എന്നൊരു നിലപാട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ പെട്രോൾ അടിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരാനുകൂലികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും വാക്കേറ്റം ഉണ്ടാവുകയാണ്. ഈ പോലീസ് പൊട്ടിച്ച ആ കയറ് വീണ്ടും ഈ പ്രവർത്തകർ കിട്ടുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ പറഞ്ഞത് അത്തരത്തിലൊരു ബന്ധിക്കേണ്ട ആവശ്യമില്ല, പെട്രോൾ അടിച്ച ആളുകൾ മടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടും പ്രവർത്തകർ ഇതൊന്നും കൂട്ടാക്കാതെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദേവിക ഇവിടെ.